സാധാരണ മനുഷ്യനായിരുന്നു, സാധാരണ പൗരനായിരുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് വർദ്ധിച്ചിരിക്കുന്നത് നിങ്ങളൊരു ഉലമാണ്, ഒരു ആലിമായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് നന്നാവാൻ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങളോടല്ല, ഉലമാക്കളോടും ഉമറാക്കളോടും. ഉലമാക്കളും ഉമറാക്കളും നന്നായാലാണ് സമൂഹത്തിൻ്റെ നന്മ ഉണ്ടാവുക. ഉലമാക്കളിലും ഉമറാക്കളിൽ നിന്നും വേറിട്ട നിലപാടുകൾ വരുമ്പോൾ അത് സമൂഹത്തിന് സഹിക്കുവാൻ പറ്റുകയില്ല. അവിടെ വിഭാഗീയത ഉണ്ടാവും, അവിടെ ഓളങ്ങളും ഓളപ്പരപ്പുകളൊക്കെ ഉണ്ടാവും. അതുണ്ടാക്കാൻ പാടില്ല. പ്രശാന്തമായൊരു ജീവിതത്തിൽ, പ്രശാന്തമായൊരു ജീവിത യാത്രയിൽ സമൂഹത്തെ അതിനോടൊപ്പം കൊണ്ടുപോകുവാൻ ഉലമാക്കളും ഉമറാക്കളും യോജിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഉലമാക്കളും ഉമറാക്കളും നന്നാണം. അവർ ചീത്തയായാൽ സമൂഹം മുഴുവനും ചീത്തയായി എന്ന പരിശുദ്ധ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ അത് ഉമറാക്കളെ കൂടി ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങളിൽ അർപ്പിതമായിരിക്കുകയാണ്. ഭിന്നത എവിടെ ഉണ്ടാവുമോ അവിടെ നമ്മൾ പിറകോട്ട് പോകും. ഭിന്നിച്ചിടത്തൊന്നും വളർച്ച കൈവരിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇപ്പം കേരളത്തിലെ മുസ്ലിങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, നമുക്ക് ഒരുപാട് വളരുവാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഭിന്നതയെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ യോജിപ്പിൻ്റെ പശ്ചാത്തലത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ നേട്ടങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഉലമാ അതൊരു സിമ്മ് പോലെയാണ്. മൊബൈൽ സിമ്മ് എന്ന് പറയുമ്പോൾ ആ സിമ്മിലാണ് ആശയവും അറിവുള്ളത്. എന്നാൽ സിമ്മ് മാത്രം പോരല്ലോ, എത്ര സിമ്മുണ്ടായാലും നമുക്ക് അത് പ്രവർത്തിപ്പിക്കുവാൻ മൊബൈൽ വേണം. ഉലമാക്കൾ സിമ്മാണെങ്കിൽ ഉമറാക്കൾ മൊബൈലാണ്. മൊബൈൽ മാത്രം ഉണ്ടായാലും പോരാ, ഏത് വലിയ മൊബൈലിനായാലും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇൻസേർട്ട് സിം എന്ന് കാണും, സിം ഇടാൻ പറയും. അവരും മൊബൈലും സിമ്മും പോലെയാണ് ഉലമാക്കളും ഉമറാക്കളും. അത് യോജിച്ച് തന്നെ പോകേണ്ടതുണ്ട്. സിമ്മിൻ്റെ വഴിയും മൊബൈലിൻ്റെ വഴിക്കും പോകാൻ പാടില്ല. അതൊക്കെ യോജിച്ച് ഒരേ മനസ്സോടെ പോകുമ്പോഴാണ് സമൂഹത്തിന് അറിവും ആശയങ്ങളും എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുക. ഉലമാവും ഉമറാവും ആ ദൗത്യം നിർവഹിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ മഹല്ലത്തുകളുടെ യോജിപ്പാണ്. ഇന്ന് ജാമ്യയുടെ ജനറൽ ബോഡി ഇവിടെ നടക്കുകയുണ്ടായി. തൗസുൽ ജാമിയ എന്നുള്ളൊരു പരിപാടി ഈ വർഷം നമ്മൾ നടപ്പാക്കി. ജാമ്യയുടെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ, ആ ചെലവുകളിലേക്ക് അതിന് പരിഹാരമായി മഹല്ലുകളിൽ നിന്നും നമ്മൾ പിരിച്ചെടുക്കുന്ന സംഖ്യകൾ നമ്മുടെ പ്രതീക്ഷകൾക്ക് ഉപരിയായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കുവാൻ അത് കഴിഞ്ഞു. ഇത് തുടക്കം മാത്രം 2 ജില്ലകളിൽ നമ്മൾ ചെയ്തുള്ളൂ, മലപ്പുറത്തും പാലക്കാടും. അത് തുടക്കം എന്നുള്ള നിലയ്ക്ക്, ഒരു പൈലറ്റ് പ്രോഗ്രാം എന്നുള്ള നിലക്കാണ് അത് ചെയ്തത്. ഇനി എല്ലാ ജില്ലകളിലേക്കും ഇൻഷാ അല്ലാഹ് അത് വ്യാപിപ്പിക്കും. അപ്പോൾ മഹല്ലത്തുകൂടെ ഐക്യവും കൂട്ടായ്മയും ഒക്കെ തന്നെയാണ് നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ, ഇൽമിൻ്റെ സ്ഥാപനങ്ങളൊക്കെ തന്നെ വളരുവാനുള്ള പശ്ചാത്തലം ഒരുക്കുന്നത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതോടൊപ്പം നമ്മൾ ചെറിയ രീതിയിൽ കണ്ണൂരും കോഴിക്കോട്ടും നടത്തിയിട്ടുണ്ട്, മറക്കുന്നില്ല. ഇനി വയനാടും ആ കാര്യത്തിൽ കുറച്ചുകൂടി ഊർജിതമായി ഇൻഷാ അല്ലാഹ് റമളാനിന് ശേഷം ആ ജില്ലകളിലൊക്കെ നടത്തുവാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? മഹല്ലത്തുകളുടെ ആ കൂട്ടായ്മയാണ്. മഹല്ലത്തുകളിൽ നിന്ന് വരുന്ന ആ വലിയ സന്ദേശം, ആ വലിയ സഹായം, അത് തന്നെയാണ് നമ്മുടെ ജാമ്യയെ കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ, മുന്നോട്ട് പോകുന്ന കാര്യത്തിലായാലും ഒക്കെ ചെയ്യേണ്ടത് അത് തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുക്കുവാനുള്ള ചുമതലയും യുവ പണ്ഡിതന്മാരായ നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ലോകം മാനവികത ഏറെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണല്ലോ. ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ ഇത്രമാത്രമാണ്. ഫലസ്തീനിലെ ആ സഹോദരങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തീരാ യാതനകൾ, വേദനകൾ, അത് ലോക മനസ്സാക്ഷിക്ക് നഷ്ടപ്പെട്ട മാനവികതയെക്കുറിച്ചാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ അടിസ്ഥാന മൂല്യം എന്താണ്? സ്നേഹവും കാരുണ്യവും ധർമ്മപരിപാലനവും. അത് ഏത് മതവും അത് മുന്നോട്ട് വെക്കുന്നു. പക്ഷെ ആധുനിക ലോകത്തിന് പലപ്പോഴും അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. മാനവികതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു ലോകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ
മതമൂല്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മാനവികതയെ വീണ്ടെടുക്കുവാനുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത്. പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിപ്പിക്കുക. മതപരമായിട്ടുള്ള വ്യത്യസ്തതകളുണ്ടാവും, പക്ഷേ പരസ്പരം സ്നേഹിക്കാനും കൂടെ ഇരിക്കാനും ഒരു മതവും പ്രേരിപ്പിക്കാതിരിക്കുന്നില്ല. പരസ്പരം സ്നേഹിക്കാനും കൂടെ ഇരിക്കാനും ഒക്കെ തന്നെയാണ്, ഒരുമിച്ച് ചേർന്ന് മുന്നേറുവാനാണ് എല്ലാ മതങ്ങളും കൽപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് ലോകം പലപ്പോഴും ഇത് മറക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് പലസ്തീൻ പോലെയുള്ള ദുരന്തങ്ങൾ ലോകത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീൻ അനുഭവിക്കുന്ന നോവും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന നോവും സമാനമാണ്. രണ്ടും മാനവികത ഇല്ലാത്തതിൻ്റെ ഫലമായിട്ടാണ്. ബംഗ്ലാദേശ് ഗവൺമെന്റിന് മാനവികത നഷ്ടപ്പെടുന്നു. പലസ്തീനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, അവിടുത്തെ നിരാലംബരായിട്ടുള്ള നിഷ്കളങ്കരായ സമൂഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സയനിസത്തിന്റെ വക്താക്കൾക്കും മാനവികത നഷ്ടപ്പെടുന്നു. നമുക്ക് ലോകത്തോട് പറയാനുള്ളത് മാനവികത വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ പലതരത്തിലുള്ള ഭീകരവാദങ്ങളും നടക്കുകയാണല്ലോ. ഒരു ഭാഗത്ത് ISIS ഭീകരത, അത് ലോകത്ത് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു. എന്നതുപോലെ തന്നെയാണ് ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ ചില ചെയ്തികൾ. അമേരിക്കയുടെ താല്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ രൂപം കണ്ട KKK എന്ന പേരിൽ ക്യൂ ക്ലക്സ് ക്ലാൻ എന്നൊരു സംഘടനയുണ്ട്. അവർ നിരന്തരമായ ആൾക്കാരെ വെടിവെച്ചു കൊല്ലുന്നു. അവരുടെ താല്പര്യങ്ങൾക്ക് ആരുമാണോ എതിര് നിൽക്കുന്നത്, അതായത് അമേരിക്കയുടെ ലക്ഷ്യങ്ങൾക്ക്, അവർ പറയുന്ന അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ, അതിനാരോ എതിര് നിൽക്കുന്നു, അവരെ വെടിവെച്ചു കൊല്ലുന്നു. അപ്പൊ ഇത്തരം ഭീകരവാദങ്ങൾ, ഭീകര ചെയ്തികൾ ആരുടെ ഭാഗത്തു നിന്നായാലും അതൊക്കെ തന്നെ എതിർക്കപ്പെടേണ്ടതാണ്. ജാമിയ പഠിപ്പിക്കുന്ന സന്ദേശം അതാണ്. സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, കൂട്ടായ്മയുടെ സന്ദേശമാണ് പഠിപ്പിക്കുന്നത്. എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും സുപരിചിതമായ, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഉത്ബോധനമാണ്. മനുഷ്യരിലെ വിഭാഗീയതകൾ, അതിൻ്റെ പേരിൽ ചേരിതിരിയാനല്ല അത് ആഗ്രഹിക്കുന്നത്, അത് ആവശ്യപ്പെടുന്നു. അതൊക്കെ തന്നെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുവാനുള്ളൊരു മാനദണ്ഡം മാത്രമാണ്. നക്രമുക്കും ഇന്ദാഹ്യത്തക്കാക്കും, നിങ്ങളിൽ സൂക്ഷ്മാലുക്കളാരോ അവരാണ് ദൈവത്തിൻ്റെ പക്കൽ സംപ്രീതർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. മനുഷ്യൻ്റെ നന്മയാണ്, മനുഷ്യൻ്റെ സാഹോദര്യമാണ്, പരസ്പരം പങ്കുവെക്കുന്ന സ്നേഹമാണ് അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത്. ആ സന്ദേശവും ഏറെ ആഴത്തിലേക്ക് ലോകത്തെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ജാമിയ പഠിപ്പിക്കുന്ന, സമൂഹത്തിന് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. ആ സന്ദേശങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാകുന്ന ശരീരഭാഷയോടെ നിങ്ങൾ സമൂഹത്തിന് സമർപ്പിച്ചു കൊടുക്കണം എന്ന് ബിരുദം നേടുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ സ്ഥാപനത്തെ സ്നേഹിക്കാനും വളർത്താനും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി ജീവൻ പോലും ഒഴിഞ്ഞു വെച്ചു എന്ന് തന്നെ പറയാം, അത്തരക്കാരായിട്ടുള്ള ആളുകളാണ് ഈ മഹാസമ്മേളനത്തെ ഒരു അവിസ്മരണീയമായ ഒരു കാഴ്ചയായി ഇവിടെ മാറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം ജാമിയയുടെ അങ്കണങ്ങൾ എത്രമാത്രം ജനബാഹുല്യം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടോ, ഇന്നും അതിവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മാഷാ അള്ളാഹ് ആവർത്തിച്ചിരിക്കുകയാണ്. ജാമിയ ഉള്ള കാലത്തോളം ഈ സ്നേഹവും സൗഹൃദവും സഹകരണവും സർവശക്തനായ റബ്ബ് എന്ന് നിലനിർത്തി തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ എൻ്റെ ഈ ചെറിയ ഒരു ആമുഖ ഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. വഖ്റുദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.